ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശരത്, എൻ്റെ വൈഫ് അശ്വതി. ഞങ്ങൾ 2015 കാനപ്രൂവ് വഴി കാനഡയിലേക്ക് PR ആയിട്ട് വന്ന ആൾക്കാരാണ്. അന്ന് FSW എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ കീഴിലായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ 2013 നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞിട്ട് ഇതിന് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അങ്ങനെ കുറേ ഏജൻസീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ക്യാൻ അപ്രൂവ് എന്ന് പറഞ്ഞ ഏജൻസി ആദ്യം സ്ട്രൈക്ക് ചെയ്യാൻ കാരണം അവരുടെ പേര് തന്നെയാണ്, ക്യാൻ അപ്രൂവ്. അപ്പോൾ കാനഡ ഫോക്കസ്ഡ് ആയിട്ടാണോ എന്ന് തോന്നിയിട്ട് ഞാൻ പോയി അപ്രോച്ച് ചെയ്തപ്പോൾ നല്ലൊരു ഗൈഡൻസും നല്ല റെസ്പോൺസായിരുന്നു അവരുടെ അടുത്ത് നിന്ന്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനും കാര്യങ്ങൾക്കും അവർ ടൈം എടുത്ത് നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും എല്ലാം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കമ്പയർ ടു അതർ ഏജൻസീസ് നമ്മൾ ക്യാൻ അപ്രൂവ് വഴി തന്നെ അപ്ലൈ ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെ 2014 ആയപ്പോഴത്തേക്കും FSWൻ്റെ എല്ലാ ഫോമും എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് വെച്ചു. അന്ന് FSW ഇതുപോലെ ഇപ്പോഴത്തെ എക്സ്പ്രസ് എൻട്രി പോലെ നമുക്ക് പോയിൻറ്റ് സിസ്റ്റം അല്ല. അപ്പം നമുക്ക് ആദ്യം അയക്കുന്ന ഒരു 300 ആൾക്കാരെ പിക്ക് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും ക്യാൻ അപ്രൂവ് റെഡിയാക്കി വെച്ച് FSWൻ്റെ ഇത് ഓപ്പൺ ആയ അന്ന് തന്നെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം സെൻഡ് ചെയ്യാൻ പറ്റി കറക്റ്റായിട്ട്. അങ്ങനെ 2014 നമ്മൾ നമ്മളുടെ കാറ്റഗറിയിൽ ഒരു 300-നകത്ത് വന്നു. അങ്ങനെ PR-ന് അപ്ലൈ ചെയ്തു. 2015 ആയപ്പോഴത്തേക്കും നമുക്ക് PR ആയി. ഒരു 8 months COPR വന്നു, കൺഫർമേഷൻ ഓഫ് PR. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 2015 ജൂലൈ എൻഡ് ആയപ്പോൾ കാനഡയിൽ PR ആയിട്ട് ലാൻഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഞാൻ IT-യിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ട്. 2 കുട്ടികളായി. വൈഫ് റിയൽട്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. 2 കുട്ടികളുണ്ട്. 2 പേരും ഇവിടെ തന്നെയാണ് ജനിച്ചത്. 7 വയസ്സായി ഒരാൾക്ക് 1 വയസ്സ് കഴിഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ക്യാൻ അപ്രൂവിൻ്റെ സ്റ്റോറി. ഇപ്പോഴും ക്യാൻ അപ്രൂവിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2015 മുതൽ ഇത്രയും കൊല്ലമായിട്ടും നമ്മളായിട്ടുള്ള റിലേഷൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ തന്നെ ഫയലിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ മാഡത്തിനെയൊക്കെ വിളിച്ച് നമ്മൾ അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യും. നമുക്ക് അതിന് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നൊക്കെ റെസ്പോണ്ട് ചെയ്യും. ഇപ്പോഴും അവർ ആ റിലേഷൻ കീപ്പ് ചെയ്യുന്നു, ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ബിഗ് അഡ്വാൻറ്റേജ്. അപ്പോൾ എല്ലാവരും ഞാൻ സജസ്റ്റ് ചെയ്യും ക്യാൻ അപ്രൂവ് വഴി അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.